ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടു നോക്കിയാലോ. ഇന്ന് ഞാൻ ഒരു വാഴക്കൂമ്പ് തോരനും അതുപോലെ സോയ ചങ്ക്സ് വെച്ചിട്ട് ഒരു കറിയും കൂടെയാണ് ഷെയർ ചെയ്യുന്നത്. അത് ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് സോയ ചങ്ക്സ് വെച്ച് ചെയ്യുന്നത്. പിന്നെ ഒരു തോരനുമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഡിവിസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു വയ്ക്കാമല്ലോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതിന് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സാധാ ചോറും കറി ഉണ്ടാക്കുന്ന വീഡിയോസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ രാത്രിക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നതും ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും കൂടെ കഴിക്കാനുള്ള കറിയാണല്ലോ. ഈ രണ്ട് റെസിപ്പീസും വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. വാഴക്കൂമ്പ് തോരൻ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമുണ്ട് വാഴക്കൂമ്പ്. അതുകൊണ്ടുള്ള തോരനും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ചോറ് റെഡിയാക്കാണ്. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കറി വെക്കാനായിട്ട് നോക്കിയാലോ. അപ്പോൾ ഞാൻ വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റെഡ് കളറ് തൊലിയൊക്കെ നന്നായിട്ട് കളയുക. ആ വെള്ള വരുന്നവരെ ആ തൊലി കളയണം, വെള്ള കാണുന്നവരെ. അതുപോലെ അതിൻ്റെ ഈ പൂവൊക്കെ കുറച്ച് കട്ടിയുള്ളതാണ്, അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ പൂവൊക്കെ ഒഴിവാക്കിയിട്ട് ഇതാ വെള്ള പാകത ഇതുപോലെ ഇങ്ങനെ ഒന്ന് കൊത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണേ. ഇതിൻ്റെ ഉള്ളിലൊരു തണ്ട് പോലെ ഉണ്ട്, അത് കൂടരുത്, അത് കഴിക്കും. അത് ഉണ്ടായതാണ്. ഈ ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കുക. കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചാൽ ഇത് കറ ഇളകി പോയിക്കോളും. ഇതിനൊരു തരം കറ ഉണ്ടല്ലോ. അപ്പോൾ അതൊരു കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ ഒരു 10 മിനിറ്റ് ഇട്ട് വെക്കാണ്. അതിന് ശേഷം നമുക്ക് അത് കഴുകി എടുത്ത് വാർത്ത് വെക്കണം. വെള്ളം ഒട്ടില്ലാതെ, വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുക. ഇത് നല്ലോണം 3-4 പ്രാവശ്യം നല്ലോണം കഴുകുക കഞ്ഞിവെള്ളത്തിൽ നിന്ന് വാരിയ ശേഷം. എന്നിട്ട് പിന്നെ നമുക്ക് തോരൻ വെക്കാനായിട്ട് നോക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങ, ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഒരു ചോപ്പറിലിട്ട് ക്രഷ് ചെയ്ത് വെച്ചതാണ്. ഇതുപോലെ ക്രഷ് ചെയ്ത് വെക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ നോക്കുക. വെളിച്ചെണ്ണയിലാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഏത് ഓയിലും ചെയ്യുക പറയാണ്. ഇതിലേക്ക് ഒരു നുള്ളി പെരുംജീരകം, കടുക്, വറ്റൽമുളക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം കരിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടെടുക്കുക. ആദ്യം കരിവേപ്പില ഇടുമ്പോൾ പൊട്ടുന്ന വെക്കുമ്പോൾ കടുക് പൊട്ടിയെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇല്ലാതിരിക്കാണ് ലാസ്റ്റ് കറിവേപ്പില ചേർക്കുന്നത്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വാഴക്കൂമ്പ് ചേർത്തെടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പാകത്തിന് ഉപ്പ് ചേർത്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത്തിരി മഞ്ഞൾപ്പൊടി, അത് നമ്മൾ ക്രഷ് ചെയ്യുമ്പോൾ അതിൽ ചേർത്താലും മതി. ഞാനിങ്ങനെ ഇതിലേക്കാണ് ഇട്ട് കൊടുത്തത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കൂട്ടി വെച്ച് അടച്ച് വെക്കുക. ഫ്ലെയിം തീരെ കുറച്ച് വെക്കുക. അതെന്ത് സാധനം ഉണ്ടാക്കാനുള്ളത് തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം ഇത് വെന്തതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്തിട്ട് തേങ്ങയോട് ചേർത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി കൂട്ടി വെച്ച് അടച്ച് വെക്കുക. ഇപ്പോൾ നമ്മളെ വാഴക്കൂമ്പ് വരെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വാഴക്കൂമ്പ് തോരനാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോറിനും ചപ്പാത്തിക്കും കൂടെ ഉള്ളൊരു കറി തയ്യാറാക്കാം. സോയാ ചങ്ക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഉപ്പ് ചേർത്ത വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ച സോയാ ചങ്ക്സ് ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാണ്. അതിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം വേകട്ടെ. നല്ല ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 5 മിനിറ്റ് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു കൊട്ടയിലേക്കൊന്ന് വാർത്ത് വെക്കുക. ഇത് നന്നായി തണുത്ത് വന്നതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുക്കുക. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു വെല്ലുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 4 പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു ബ്രൗൺ കളറായി വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ സോയ ചങ്ക്സ് ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ ഉപ്പ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന മസാലയിലേക്കുള്ള ഉപ്പ് ചേർക്കണം. അതുപോലെ കുറച്ച് പകുതി തക്കാളി ചേർത്തിട്ടുള്ള എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 സ്പൂണ് മുളക് പൊടി ചേർക്കാം. ഇതിൽ മുളക് ഒന്നും അധികം ചേരാത്തൊരു ഡിഷാണിത്. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് 1/2 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. അതുപോലെ 1/2 സ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഗരം മസാല, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കണേ. അതുപോലെ 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ച് ചേർക്കണം. അത് ഒന്ന് ചെറുതായിട്ട് കാണുന്നേ ഉള്ളൂ. അതുകൂടി ചേർത്ത് മിക്സ് ചെയ്യുക. അത് നമ്മൾ തയ്യാറാക്കി വെച്ച സോയ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മസാലയും ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് മല്ലിയില, കറിവേപ്പില ചേർത്ത് വാങ്ങി വെക്കുക. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള സോയ ചങ്ക്സ് റോസ്റ്റഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയാലോ. ചപ്പാത്തിക്കും ചോറിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചപ്പാത്തി ഉണ്ടാക്കിയതും കൂടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കാൻ ഞാൻ മുഴുവനായിട്ട് കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ചുട്ടെടുത്തതിന് ശേഷം പിന്നെ ഞാൻ മോർണിംഗ് കൊണ്ട് പാർക്ക് ചെയ്യാൻ പോകും. കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് മഗ്‌രിബ് കൊടുക്കുന്ന ടൈമിൽ ഇങ്ങോട്ടേക്ക് പോകും. മോനക്ക് ഭയങ്കര ഇഷ്ടമാണ് പാർക്ക് പോകാൻ കൊണ്ട് അങ്ങനെ പോയത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.